സുഹൃത്തുക്കളെ, 12 വയസ്സ് മുതൽ 29 വയസ്സ് വരെ യേശു ഹിമാലയത്തിലും ടിബറ്റിലുമുള്ള ബുദ്ധവിഹാരങ്ങളിൽ താമസിച്ച് ദാർശനികമായ അന്വേഷണം നടത്തുകയായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള നിഗമനങ്ങളാണ് കഴിഞ്ഞ 3 ഭാഗങ്ങളിലായി അവതരിപ്പിച്ചത്. ബുദ്ധന്റെയും യേശുവിൻ്റെയും ഉപദേശങ്ങളിലും ജീവിത രീതിയിലും ഒക്കെയുള്ള സമാനതകളെക്കുറിച്ചുള്ള വിവരണമാണ് 2-3 ഭാഗങ്ങളിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായി രണ്ടുപേരുടെയും ജനനത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളിലും രണ്ടുപേരും പഠിപ്പിക്കുവാൻ ഉപയോഗിച്ച ഉപമകളിലും രണ്ടുപേരും നടത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അതിശയ പ്രവർത്തനങ്ങളിലുമൊക്കെ ഉള്ള സമാനതകൾ കൂടെ അവതരിപ്പിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ആദ്യമായി രണ്ടുപേരുടെയും ജനനത്തെ സംബന്ധിച്ചുള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ പരാമർശിക്കാം. യേശുവിനെ ഗർഭം ധരിക്കുന്നതിന് മുൻപായി തൻ്റെ മാതാവായ മറിയയോട് ഗബ്രിയേൽ ദൂതൻ സന്ദർശിച്ച് തൻ്റെ ഉദരത്തിൽ ഒരു വിശുദ്ധ ശിശു ജനിക്കുകയാണ് എന്ന് പറഞ്ഞതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സമാനമായി ബുദ്ധൻ്റെ അമ്മ ബുദ്ധനെ ഗർഭം ധരിച്ച കാലത്ത് ഒരു അശരീരി വന്ന് സംസാരിച്ചതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: മായാറാണി, താങ്കൾക്ക് ആനന്ദമുണ്ടാകട്ടെ, ആഹ്ലാദിക്കുക. എന്തെന്നാൽ താങ്കൾ ജന്മം കൊടുക്കുന്നത് ഒരു ദിവ്യനെയാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ മറിയ ഗർഭവതിയായിരുന്നപ്പോൾ ശിമയോൻ എന്ന് പറയുന്ന ഒരാളിനെ ദേവാലയത്തിൽ വെച്ച് കാണുകയും ശിമയോൻ മറിയയുടെ ഗർഭത്തിലുള്ള ശിശുവിനെ കുറിച്ച് ഇങ്ങനെ പറയുകയും ചെയ്തതായി വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവേ, അങ്ങയുടെ ദാസനായ എന്നെ അങ്ങയുടെ വാഗ്ദത്തപ്രകാരം ഇപ്പോൾ സമാധാനത്തോടെ വിടവാങ്ങാൻ അനുവദിക്കൂ. എന്തെന്നാൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് അങ്ങയുടെ രക്ഷയെ ഞാൻ കണ്ടിരിക്കുന്നു. എല്ലാവർക്കുമായി അങ്ങ് ഒരുക്കിയിരിക്കുന്നവനാണിവൻ. ജാതികൾക്ക് പ്രകാശമാകാൻ പോകുന്ന പ്രകാശം, ഇസ്രയേലിൻ്റെ കീർത്തിയും ഇവൻ തന്നെ. ബുദ്ധൻ്റെ മാതാവ് ബുദ്ധനെ ഗർഭം ധരിച്ച സമയത്ത് ഒരശരീരി വന്ന് ബുദ്ധൻ്റെ മാതാവിനോടും ഇതിന് സമാനമായി പറഞ്ഞതായി ബുദ്ധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇതാ നിസ്തുലനായവൻ, മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടനായവൻ, ഇവൻ ബോധത്തിൻ്റെ പരകോടിയെ പ്രാപിക്കും. ഇവനാണ് സിദ്ധാന്ത ചക്രം ചലിപ്പിക്കേണ്ടവൻ. മാനവകുലത്തിൻ്റെ കഷ്ടതകളിൽ ഇവന് അനുതാപമുണ്ടായിരിക്കും. ഇവൻ സ്ഥാപിക്കുന്ന വിശ്വാസം ലോകമാകെ പരക്കും. ശിശുക്കളെ സംബന്ധിച്ചുള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ 2 സമാനതകൾ വളരെയധികം ശ്രദ്ധേയമാണ്. ഇനിയും ഇവർ തമ്മിലുള്ള ഇവരെ സംബന്ധിച്ചുള്ള മറ്റു ചില കാര്യങ്ങളിലെ സമാനതകളും ശ്രദ്ധേയമാണ്. ഒന്നാമത്, 12ാം വയസ്സിൽ യേശുവിനെ കാണാതാകുന്നു എന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് മാതാപിതാക്കൾ കണ്ടുപിടിക്കുന്നു. അതിന് സമാനമായി ബുദ്ധനെയും യൗവനത്തിൽ കാണാതാകുകയും പിന്നീട് ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധനെ കണ്ടെത്തുകയും ചെയ്തതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, രണ്ടുപേരും 30ാം വയസ്സിൽ തങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും 12 ശിഷ്യന്മാരായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് മറ്റ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇവരിൽ 2 പേർ വീതം 2 പേർ ബന്ധുക്കളായിരുന്നു എന്ന് രണ്ടുപേരുടെയും കാര്യത്തിൽ. ബുദ്ധന്റെ ശിഷ്യന്മാരിൽ 2 പേർ ബന്ധുക്കളായിരുന്നുവെന്നും യേശുവിന്റെ ശിഷ്യന്മാരിൽ 2 പേർ ബന്ധുക്കളായിരുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, 2 പേർക്കും പ്രിയങ്കരനായ ഓരോ ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശുവിന്റെ പ്രിയങ്കരനായ ശിഷ്യൻ യോഹന്നാനും ബുദ്ധന്റെ പ്രിയങ്കരനായ ശിഷ്യൻ ആനന്ദനും ആയിരുന്നു. 2 പേർക്കും 2 പേരെയും ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യന്മാർ ഉണ്ടായതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന് സമാനമായി
ബുദ്ധനെ ദേവദത്തൻ ഒറ്റിക്കൊടുക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഉപമകളിലെ ചില സമാനതകളിലേക്ക് നമുക്ക് തിരിയാം. അന്ധൻ വഴികാട്ടുന്ന അതിൻ്റെ അപകടത്തെ സംബന്ധിച്ച് ബുദ്ധൻ ഉപമ പറഞ്ഞിട്ടുണ്ട്. അതേ ഉപമ തന്നെ യേശുവും പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, യേശു പറഞ്ഞ ഉപമകളിൽ വളരെയധികം ശ്രദ്ധേയമായ ഒന്ന് മുടിയനായ പുത്രന്റെ ഉപമയാണ്. അതിന് സമാനമായ ഒരു ഉപമ ബുദ്ധൻ പറഞ്ഞതായിട്ടും ബുദ്ധഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, മൂഢനായ ധനികന്റെ ഉപമ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സമാനമായി ധനികസ്വത്വത്തിലെ ഒരു ധനികനെ സംബന്ധിച്ചുള്ള ഉപമയും ഇതിനോട് ഏറ്റവും അടുത്ത സമാനമായ ഒരു ഉപമയാണ് ബുദ്ധനും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടുപേരും ധാരാളം അതിശയ പ്രവൃത്തികൾ ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, യേശു തന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കാനാവിൽ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുകയും അവിടെ വെള്ളം വീഞ്ഞാക്കുകയും ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബുദ്ധനും ശിഷ്യന്മാരും ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ആ സമയത്ത് കൂടുതൽ ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കും തോറും ഭക്ഷണത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു എന്ന് ബുദ്ധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളെ സൗഖ്യപ്പെടുത്തുക, മുടന്തരെ നടത്തുക, അന്ധർക്ക് കാഴ്ച നൽകുക, ബധിരർക്ക് സംസാരിക്കാൻ ഉള്ള ശേഷി നൽകുക തുടങ്ങിയ അതിശയ പ്രവൃത്തികൾ രണ്ടുപേരും ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, യേശു വെള്ളത്തിന് മീതെ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സമാനമായി ബുദ്ധൻ ഗംഗയുടെ ഉപരിതലത്തിൽ കൂടെ നടന്ന് മറുകര കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടുപേരും തങ്ങളുടെ ശിഷ്യന്മാരെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടത്തിച്ചു, അവരുടെ ശക്തി കൊണ്ട് നടത്തിച്ചു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടുപേരും ശിഷ്യന്മാർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകിയതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള ധാരാളം സാമ്യങ്ങൾ യാദൃച്ഛികമായി സംഭവിച്ചു എന്ന് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ബുദ്ധന്റെ ഉപദേശങ്ങളും ഒക്കെ യേശുവിൻ്റെ ഉപദേശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുവാൻ ശക്തമായ ന്യായമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ബുദ്ധൻ ഇന്ത്യയിൽ വന്ന് താമസിച്ച് ഈ കാര്യങ്ങൾ അഭ്യസിച്ചു എന്നതിന് ചരിത്രപരമായ തെളിവുകൾ ദുർബലമാണ്. പക്ഷേ ഇവരുടെ ജീവിത രീതി, ഉപദേശങ്ങൾ, ഉപമകൾ, ഇവരുടെ ജനനത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ, ഇവരുടെ അതിശയങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഇവിടെയെല്ലാം അങ്ങേയറ്റം അടുത്ത സാമ്യം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ തീർച്ചയായും യേശു ബുദ്ധന്റെ ഉപദേശങ്ങളും ബുദ്ധന്റെ ജീവിതവും ഒക്കെ കേട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പഠിച്ചത് ഇന്ത്യയിൽ അല്ല എങ്കിൽ പാലസ്തീനിൽ വെച്ച് ആകുവാൻ സാധ്യതയുണ്ട്. കാരണം പാലസ്തീനിലെ ബുദ്ധന്റെ ഉപദേശങ്ങളെയും ജീവിത രീതിയെയും ഒക്കെ അനുകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഗ്രൂപ്പായിരുന്നു എസ്സേനികൾ. ഈ എസ്സേനികളോടൊപ്പം യേശു താമസിച്ച് പഠിച്ചതായിരിക്കാം. അതിനാണ് ന്യായമുള്ളത്. ഈ പഠനകാലത്തിന് ശേഷം ആണ് എസ്സേനികളുടെ നേതാവായ യോഹന്നാനാൽ യേശു സ്നാനമേൽക്കുന്നത്. അപ്പോൾ എസ്സേനികളുമായിട്ട് യേശുവിന് ബന്ധമുണ്ടായിരുന്നു എന്ന് പുതിയ നിയമത്തിലെ വേദപുസ്തകത്തിൽ പരാമർശങ്ങളുണ്ട്. പക്ഷേ ഈ 18 വർഷക്കാലം
എസേനികളോട് കൂടെ താമസിച്ച് പഠിച്ചു എന്ന വിവരം സ്വാഭാവികമായും സുവിശേഷം എഴുതിയവരോ അതിനുശേഷം ബൈബിൾ എഡിറ്റ് ചെയ്തവരോ അത് മാറ്റിയതാകാൻ ആണ് ന്യായം. ആ ന്യായത്തെ തള്ളിക്കളയുവാനായിട്ട് ഒക്കുകയില്ല. എന്നാൽ ബുദ്ധനും യേശുവും തമ്മിൽ, അവരുടെ ഉപദേശങ്ങൾ തമ്മിൽ കാര്യമായ സാമ്യം ഉണ്ടെങ്കിലും കാതലായ ഒരു വ്യത്യാസം ഉണ്ട്. അത് ബുദ്ധൻ ദൈവത്തെ കുറിച്ച് തൽപരനല്ലായിരുന്നു, ദൈവത്തെ അവഗണിച്ചു. എന്നാൽ യേശുവിൻ്റെ ഉപദേശങ്ങളെല്ലാം ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ഉപദേശങ്ങളായിരുന്നു. സ്വാഭാവികമായും ഈ വ്യത്യാസം കാതലായ വ്യത്യാസം തന്നെയാണ്. പക്ഷെ ഈ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവിടെ കഴിഞ്ഞ 4 ഭാഗങ്ങളിലായിട്ട് അവതരിപ്പിച്ച സമാനതകൾ ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സമാനതകൾ ആണ് ഉള്ളത്. ഇവിടെ ഒരു കാര്യം നാം അംഗീകരിച്ചേ മതിയാകും. ഏത് ഗുരുക്കന്മാരും ദാർശനികന്മാരും തങ്ങൾക്ക് മുൻപ് ജീവിച്ച് പ്രവർത്തിച്ച ഗുരുക്കന്മാരിൽ നിന്നും ദാർശനികന്മാരുടെയും പഠിപ്പിക്കലുകൾ പഠിച്ചവരാണ് എല്ലാ ഗുരുക്കന്മാരും ദാർശനികന്മാരും. അല്ലാതെ ഒരാൾ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ പഠിക്കാതെ, അതിനു മുൻപ് ഉള്ള അറിവുകൾ സംശീകരിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ എല്ലാ അറിവുകളും സമാഹരിക്കുന്നത് അസ്വാഭാവികമാണ്. ഇതാണ് ചരിത്രത്തിലുടനീളം കാണുന്നത്. അതുകൊണ്ട് യേശു സ്വാഭാവികമായും അതിനു മുൻപ് ഉണ്ടായിരുന്ന ശ്രദ്ധേയമായ ഗുരുക്കന്മാരെയും ദാർശനികന്മാരെയും ഒക്കെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കുവാൻ കഴിയുകയില്ല. ഈ കാര്യം അംഗീകരിക്കുന്നത് കൊണ്ട് യേശുവിന്റെ മഹത്വത്തിന് കുറവുണ്ടാകുകയില്ല. ചിലർ അങ്ങനെ ധരിക്കാം. മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചിട്ട് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യേശു ബുദ്ധനിൽ നിന്നും ധാരാളം കാര്യങ്ങൾ പഠിച്ചു എന്നതുകൊണ്ട് യേശുവിൽ ആരോപിക്കുന്ന മഹത്വത്തിന് കുറവ് ഉണ്ടാകേണ്ടതായിട്ടില്ല. യേശുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിന് കോട്ടം ഉണ്ടാകേണ്ടതായിട്ടുമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ വിഷയം ശ്രദ്ധിച്ച എല്ലാ വ്യൂവേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.